ഒരുപാട് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തിരുന്നു. 1-ാം വയസ്സ് മുതൽ പല ഡോക്ടർമാരും പേടിപ്പിച്ചിട്ട് പല ട്രീറ്റ്മെന്റും പല ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ്. അസുഖം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം ഒരു മരുന്ന് ഇതുവരെ നമുക്ക് തന്നിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതേമാതിരി പെരിന്തൽമണ്ണ രാമദാസ് സാറിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞങ്ങനെ എടപ്പാള് ഒരു കേട്ടറിവിലാണ് നമ്മൾ വന്നത്. എടപ്പാൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നിന്ന് കൊണ്ടുപോയി നോക്കാൻ. നമുക്ക് ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു, ഫാത്തിമ ഡോക്ടറായിരുന്നു പറഞ്ഞു. ഫാത്തിമ ഡോക്ടർ പറഞ്ഞു 1 മാസം ഇവിടെ നിൽക്കാൻ, എന്നിട്ട് നടന്ന് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഫാത്തിമ ഡോക്ടറിന്റെ വിശ്വാസത്തിൽ നമ്മൾ നിന്നതാണ്. ഇവിടെ നിന്നപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ നടക്കണ കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ സംസാരം ഒന്ന് ക്ലിയർ ആവാണ്ട് നമ്മൾ എന്തായാലും ഹാപ്പിയാണ്. നമ്മൾ നിരാശയായിട്ട് പോണില്ല, ഇവിടുന്ന് ഹാപ്പി ആയിട്ട് തന്നെ പോണത്. കാരണം അവളൊന്നും നടന്നു കിട്ടാൻ, അവളെ പ്രായത്തിലുള്ളവരൊക്കെ നടന്ന്, നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട്സിന്റെ കുട്ടികളും എല്ലാം ഇങ്ങനെ നടന്നിങ്ങനെ അവരെ പിന്നാലെ വരുമ്പോ ഇവളെ എനിക്ക് എടുക്കും കൊണ്ടാന് ഇതുണ്ടാവില്ല. കാരണം എടുത്ത് ഇങ്ങനെ നടക്കും. ഉമ്മ എടുക്കണ മാതിരി നമുക്ക് എടുക്കല് നടക്കില്ലല്ലോ. ഇപ്പൊ നടത്തത്തിലൊക്കെ കുറെ ഇതായി. പിന്നെ കുറച്ചൊന്ന് ബാലൻസിന്റെ പ്രശ്നം, അത് നടന്ന് ശരിയാവുന്ന ഡോക്ടർമാര് പറഞ്ഞു. ഇല്ല, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഇഷ്ടത്തിന് കുറച്ചു കാലം ഒരു ഫിസിയോതെറാപ്പിക്ക് പോയി. അപ്പോഴും അവള് വലിയൊരു മാറ്റം കാണിച്ചില്ല. അപ്പൊ നമ്മള് നിർത്തി. ഇനി കുഴപ്പമില്ല. സ്പീച്ച് അവിടെ മണ്ണാർക്കാട് തെറാപ്പി സെന്ററുകളുണ്ട്. സൗകര്യം ഇത്ത ഭയങ്കര സപ്പോർട്ടായിരുന്നു. വീട്ടില് വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണത് ഓരോ ദിവസം വന്നിട്ട് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞപ്പോ അവർക്കൊക്കെ വലിയൊരു അത്ഭുതമായി. കാരണം നമ്മൾ താമസിക്കണത്ത് വന്നിട്ട് നോക്കണത് അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ട്. ഭക്ഷണം കുഴപ്പമില്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം താത്ത ഒരുക്കി തന്നു. ആരെങ്കിലും ഇനി അങ്ങനെ താമസം ചോദിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും താത്താനാണ് സജസ്റ്റ് ചെയ്യുന്നത്.